ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നടന്നിട്ടുള്ള ഒരു LGX പരീക്ഷയിൽ ചോദിച്ച കണക്കിലെ വളരെ എളുപ്പമുള്ള 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കോഡ് 57/2024 ആണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം: ഒരാൾ 650 രൂപയ്ക്ക് വാങ്ങിയ തേങ്ങകൾ 598 രൂപയ്ക്ക് വിൽക്കുന്നു എങ്കിൽ നഷ്ടശതമാനം എത്രയാണ്? ഓക്കെ, ഒരാൾ 650 രൂപയ്ക്ക് തേങ്ങ വാങ്ങി അതിനുശേഷം വില കുറച്ച് 598 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നഷ്ടശതമാനമാണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ ഒരാൾ തേങ്ങകൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 650 രൂപയാണ്. എന്നിട്ട് ആ ഒരു തേങ്ങ പിന്നീട് 598 രൂപയ്ക്ക് നഷ്ടത്തിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തുക ഇവിടെ നഷ്ടം സംഭവിച്ചു. 650 വാങ്ങിയ വില, 598 രൂപക്കാണ് വിറ്റത്. അപ്പോൾ ഇവിടെ ലാഭം ഉണ്ടായില്ല, നഷ്ടമാണ് സംഭവിച്ചത്. ആ നഷ്ടം എത്രയാണ്? 650 മൈനസ് 598 സമം 52 രൂപ നഷ്ടം വരികയാണ് ചെയ്തത്. അപ്പോൾ ഇനി നഷ്ടശതമാനം കാണണം. 52 രൂപ നഷ്ടമായിട്ടുണ്ട്. 650 രൂപയാണ് യഥാർത്ഥ വാങ്ങിയ വില. ഇനി നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ ഈ നഷ്ടം 52 രൂപ 650ൻ്റെ എത്ര ഭാഗമാണ്, എത്ര ശതമാനമാണെന്ന് കിട്ടിയാൽ മതി. അപ്പോൾ 52/650 ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, 52/650 ഇൻറ്റു 100. അവിടെ 100ൻ്റെ 0, അതേപോലെ 650 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 52/65 ഇൻറ്റു 10 എന്ന് വരും. 52 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 520 ഓക്കെ, അപ്പോൾ 520/65 എന്ന് വരും. ഓക്കെ, അത് നമ്മൾ ഹരിച്ച് നോക്കുക. 520 ഹരിക്കണം 65, അത് ഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8/65 520 തന്നെയാണ്. അപ്പോൾ ഉത്തരം എത്രയാണ്? 8 എന്ന് കിട്ടി, അതായത് 8%. അപ്പോൾ ഇവിടെ നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ 8%. ഓക്കെ, അടുത്ത ചോദ്യം: 18 ഹരിക്കണം 2 ഇൻറ്റു 18 ഹരിക്കണം 6 മൈനസ് 5. ഇത് ചെയ്താൽ എത്രയാണ് ഉത്തരം കിട്ടുക? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 18 ഹരിക്കണം 2 ഇൻറ്റു 18 ഹരിക്കണം 6 മൈനസ് 5. ഇവിടെ ആദ്യം ഹരണമാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഉണ്ട്, അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ അതിനുള്ളിലൊരു ഹരണം കാണാൻ പറ്റും. 18 ഹരിക്കണം 6. 18ൽ എത്ര 6 ഉണ്ട്? ഉത്തരം 3. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 18 ഹരിക്കണം, പിന്നെ ബ്രാക്കറ്റ് 2 ഇൻറ്റു 3 എന്നാവും. 18 ഹരിക്കണം 6 എന്നുള്ളത് 3 ആവും. അപ്പോൾ 2 ഇൻറ്റു 3 മൈനസ് 5 എന്ന് വരും. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ആദ്യം ചെയ്യണം. അപ്പോൾ അവിടെ 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 6 മൈനസ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 18 ഹരിക്കണം 6 മൈനസ് 5. ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ 6 മൈനസ് 5, 6 നിന്ന് 5 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ പിന്നെ 18 ഹരിക്കണം 1. 18ൽ എത്ര 1 ഉണ്ട്? ഉത്തരം 18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം 18. ഓക്കെ, അടുത്ത ചോദ്യം: ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂർ ആയാൽ 6 മണിക്കൂറിൽ ബസ് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണ്? ഓക്കെ, ഒരു ബസ്സിൻ്റെ വേഗത 52 km/മണിക്കൂർ ആണ്. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ ബസ് എത്ര ദൂരം സഞ്ചരിക്കും? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ ബസ്സിൻ്റെ വേഗത എന്ന് പറയുന്നത് 52 km/മണിക്കൂർ ആണ്. അതായത് ഒരു മണിക്കൂറിൽ 52 കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിക്കും? ഒരു മണിക്കൂറിൽ 52 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ 6 മണിക്കൂറിൽ 52 കിലോമീറ്റർ, അതായത് 6 ഇൻറ്റു 52. ഓക്കെ, അത് ഗുണിച്ച് നോക്കുക. അവിടെ കാണാൻ പറ്റും 52 ഇൻറ്റു 6, 2 6 12 ഇഷ്ടം 1. ഓക്കെ, 5 ഇൻറ്റു 6 30, അപ്പം 31, 312 കിട്ടും. അതായത് 6 മണിക്കൂറിൽ 312 കിലോമീറ്ററാണ് ഈ ഒരു ബസ് സഞ്ചരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? ഓക്കെ, 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ തുക എത്രയാണ്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ
ആദ്യത്തെ 9 എണ്ണൽ സംഖ്യൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എണ്ണൽ സംഖ്യൻ്റെ തുക കാണാനുള്ള സമവാക്യം നമുക്കറിയാം, n × n+1/2. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണൽ സംഖ്യൻ്റെ തുകയാണ് കണ്ടെത്തേണ്ടത്, അതാണ് n. ഇവിടെ 9 എണ്ണൽ സംഖ്യൻ്റെ തുക കാണാം. അപ്പോൾ n-ൻ്റെ അവിടെ 9 എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, n × n+1. ഓക്കെ, അതിന് പകരം 9 × 9+1/2 എന്ന് വരും. അപ്പോൾ 9 × 9+1 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 9 × 10/2 എന്ന് വരും. 9 × 10 എത്രയാണ്? 90 ആണ്. ശേഷം 90/2, അതായത് 90 ഹരിക്കണം 2. 90ൻ്റെ പകുതി എടുത്താലും മതി. ഉത്തരം എത്രയാണ്? 45 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 9 എണ്ണൽ സംഖ്യൻ്റെ തുക എന്ന് പറഞ്ഞാൽ 45 ആണ്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ത്രികോണം, സമചതുരം, ചതുരം, ലംബകം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ത്രികോണം. ഓക്കെ, ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. ബാക്കിയുള്ള സമചതുരം, ചതുരം, ലംബകം ഇതിനെല്ലാം 4 വശങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഉത്തരം ത്രികോണമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ്? ഓക്കെ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആയാൽ ഒരു വശം എത്രയാണ്? ഓക്കെ, ഇവിടെ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 289 ചതുരശ്ര മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വശം എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അതായത് സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വശം ഇൻറ്റു വശം. അതായത് ഒരു സമചതുരത്തിൻ്റെ ഒരു വശം 2 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരപ്പളവ് 2 × 2, അല്ലെങ്കിൽ 2ൻ്റെ വർഗ്ഗം 4 ആയിരിക്കും. അതേപോലെ സമചതുരത്തിൻ്റെ വശം 3 ആണെന്നുണ്ടെങ്കിൽ 3 × 3, 3ൻ്റെ വർഗ്ഗം 9 ആയിരിക്കും പരപ്പളവ്. അപ്പോൾ ഇവിടെ വശം എന്താണോ അതിൻ്റെ വർഗ്ഗമായിരിക്കും പരപ്പളവ് വരിക. ഇപ്പോൾ പരപ്പളവ് 9 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വശം എന്ന് പറഞ്ഞാൽ √9 ആയിരിക്കും. അതായത് 3 ആയിരിക്കും അതിൻ്റെ വശം. ഇപ്പോൾ പരപ്പളവ് 25 ചതുരശ്ര മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 25ൻ്റെ റൂട്ട് വർഗ്ഗമൂലം, അതായത് 5 മീറ്റർ ആയിരിക്കും അതിൻ്റെ വശം. ഇവിടെ പരപ്പളവ് 289 ചതുരശ്ര മീറ്റർ ആണ്. അതായത് ഈ ഒരു സമചതുരത്തിൻ്റെ വശം എന്ന് പറയുന്നത് 289ൻ്റെ വർഗ്ഗമൂലമായിരിക്കും. ഓക്കെ, സ്ക്വയർ റൂട്ട് ആയിരിക്കും. അപ്പോൾ ഉത്തരം 17 ആണ് കിട്ടുക. അതായത് 17 × 17 289 ആണ്. അപ്പോൾ 289ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 17 ആണ്. അതുകൊണ്ട് ഈ ഒരു സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് 17 മീറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിഞ്ഞ് മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഓക്കെ, മകൻ്റെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാണ് ഇപ്പോൾ അച്ഛൻ്റെ പ്രായം. 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അച്ഛൻ്റെ പ്രായം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. അതായത് മകൻ എന്നുള്ളത് ചെറിയ ഒരാളാണ്, അച്ഛൻ എന്നുള്ളത് വലിയ ഒരാളാണ്. അപ്പം മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. പിന്നെ പറയുന്നത് 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും എന്നാണ് അച്ഛൻ്റെ വയസ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മകൻ്റെ വയസ്സിന് x എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടി, അപ്പോൾ 3x ആവും. മകൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ 3 ഇരട്ടി, അപ്പോൾ 3x ആവും. അങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ അടുത്തത് 10 വർഷം കഴിയുമ്പോൾ രണ്ടാളെ വയസ്സിലും 10 കൂടും. ഓക്കെ, അപ്പോൾ മകൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെ 10 കൂട്ടാം, x + 10 എന്ന് കിട്ടും. അപ്പോൾ ആ സമയം അച്ഛൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 3x-ലൂടെ 10 കൂടും, 3x + 10 എന്ന് കിട്ടും. ഇതാണ് 10 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. ഓക്കെ, അതായത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയും അച്ഛൻ്റെ വയസ്സും തുല്യമാണെന്നാണ് പറഞ്ഞത്. മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയും അച്ഛൻ്റെ വയസ്സും തുല്യമാണ്. അപ്പോൾ മകൻ്റെ വയസ്സ് x + 10, അച്ഛൻ്റെ വയസ്സ് 3x + 10. ഇനി മകൻ ചെറിയ ആളല്ലേ, മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി, അതായത് 2 × x + 10,
അതും അച്ഛൻ്റെ വയസ്സും തുല്യമാണ്. അപ്പോൾ നമുക്ക് 2 × x+10 = 3x+10 എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്കിതിൽ നിന്ന് എക്സിനെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒഴിവാക്കണം. അപ്പോൾ 2നെ ഉള്ളിലേക്ക് ഗുണിക്കുക. 2 × x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2 × 10 എന്ന് പറഞ്ഞാൽ 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2x കൂട്ടണം 20 സമം പിന്നെ അതേപോലെ 3x+10 എന്നുള്ളത് നേരെ താഴത്തേക്ക് എഴുതുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 2x ഉണ്ടല്ലോ, 2x എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് മാറ്റുക. ഓക്കെ, അതായത് -2x എന്നാവും. അപ്പോൾ പിന്നെ ഇവിടെ ഒരു 20 ബാക്കി ഉണ്ടാവുമല്ലോ അല്ലേ. അതേപോലെ അപ്പുറത്തൊരു 10 കണ്ടോ, +10, അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റുക, 20ൻ്റെ അടുത്തേക്ക് മാറ്റുക. അപ്പോൾ ഒരു ഭാഗത്ത് എക്സ് ഉള്ളതും മറ്റേ ഭാഗത്ത് എക്സ് ഇല്ലാത്തതും കിട്ടും. അതായത് ഒരു സൈഡിൽ 20 - 10 എന്ന് കിട്ടും, മറ്റേ സൈഡിൽ 3x - 2x. 3x നിന്ന് 2x കുറച്ചാൽ 1x കിട്ടും. 20 10 കുറച്ചാൽ 10 കിട്ടും. അപ്പോൾ x = 10 എന്ന് കിട്ടി. ഓക്കെ, അതായത് x = 10 ആണ്. യഥാർത്ഥത്തിൽ x എന്ന് പറഞ്ഞാൽ എന്താണ്? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. ഓക്കെ, അപ്പോൾ x = 10 എന്ന് കിട്ടി. അതായത് മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഓക്കെ, 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാകും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ 2, 4, 5 എന്നുള്ള സംഖ്യേൻ്റെ ലസാഗു അല്ലെങ്കിൽ LCM കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ LCM കാണാൻ വേണ്ടിയിട്ട് 2, 4, 5 എന്ന് എഴുതാം. ഇനി ഈ സംഖ്യകളിൽ നിന്ന് ഏതെങ്കിലും 2 നിന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്ന സംഖ്യ, 3 കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുക, അങ്ങനെ പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ 2, 4, 5 എന്ന് എഴുതാം. ഇതിൽ നിന്ന് ഞാൻ 2നെ പുറത്തെടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ പുറത്ത് 2 എഴുതി. ഇനി 2ൽ എത്ര 2 ഉണ്ട്? 1 ആണ്. അപ്പോൾ താഴത്ത് 1 എഴുതി. 4ൽ എത്ര 2 ഉണ്ട്? 2. അപ്പോൾ 2 എഴുതി. ഇനി 5ൽ എത്ര 2 ഉണ്ട്? അത് നമുക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ 5നെ താഴേക്ക് എഴുതുക. ഇനി ഇത് ഇപ്പോൾ ഇവിടെ 1, 2, 5 എന്ന് കാണാൻ പറ്റും. ഈ 1, 2, 5ൽ നിന്ന് ഏതെങ്കിലും സംഖ്യേനെ കോമൺ ആയിട്ട് നമുക്ക് ഇനി പുറത്തെടുക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ഇതൊക്കെ എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. പിന്നെ വേറെ ഒന്നും പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ബാക്കിയുള്ളത് ആരൊക്കെയാണ് നോക്കുക? പുറത്തുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 1, 2, 5 ഇതെല്ലാം കൂടി ഗുണിച്ചാൽ LCM കിട്ടും. അപ്പോൾ 2 × 1 × 2 × 5 ഇത് ഗുണിച്ചാൽ 20 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ LCM ലസാഗു എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 2, 4, 5 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ 20 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 9:3 ആണ് എന്നുണ്ടെങ്കിൽ 64 എത്രയായിരിക്കും? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 9:3, അതായത് 9ൻ്റെ വർഗ്ഗമൂലമാണ് 3. ഓക്കെ, അതേപോലെ 64 എന്താകും? 64ൻ്റെ വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 8 ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ക്രമമായി പൂരിപ്പിക്കുക. 2, 5, 8 അടുത്ത പദം ഏതായിരിക്കും? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 2, 5, 8 ഈ ശ്രേണിയുടെ അടുത്ത പദമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 5ൽ നിന്ന് 2 കുറച്ചാൽ 3 കിട്ടുന്നുണ്ട്. അതേപോലെ അടുത്ത പദങ്ങൾ നമ്മൾ കുറച്ചാൽ 8ൽ നിന്ന് 5 കുറച്ചാൽ 3 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്നുള്ളത് 3 ആണ്. അപ്പോൾ ഇനി 8 കഴിഞ്ഞിട്ടുള്ള അടുത്ത പദം കിട്ടണം എന്നുണ്ടെങ്കിൽ 8ലൂടെ 3 കൂട്ടിയാൽ മതി. 8 ഉം 3ഉം 11 ആണ്. അപ്പോൾ അടുത്ത പദം എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, 1/10 = 0.1 ആയാൽ 10/100ൻ്റെ ദശാംശ രൂപം ഏതാണ്? ഓക്കെ, ഇവിടെ 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. അങ്ങനെയാണെങ്കിൽ 10/100ൻ്റെ ദശാംശ രൂപം എങ്ങനെയായിരിക്കും? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 1/10 = 0.1 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10/100 എന്താകും? അപ്പോൾ 10/100 എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലും താഴെയും ഒരുപോലെ 0 ഉണ്ടെങ്കിൽ വെട്ടാൻ പറ്റും. അപ്പോൾ 10ലെ 0 വെട്ടുക, 100ൽ ഒരു 0 വെട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 1/10 കിട്ടും.
1/10 എന്ന് പറഞ്ഞാൽ 0.1 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം അതായത് 10/100 എന്ന് പറഞ്ഞാലും 0.1 തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, മാർക്കുകളുടെ ശരാശരി എത്രയാണ്? 52, 62, 32, 42, 22. ഈ മാർക്കുകളുടെ ശരാശരി എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കുകളുടെ ശരാശരി കാണണം. ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാർക്കുകളുടെ തുക കാണണം, അതിന് ശേഷം എണ്ണം കൊണ്ട് ഹരിക്കണം. 52, 62, 32, 42, 22. ഈ മാർക്കുകളെല്ലാം കൂടി കൂട്ടി കഴിയുമ്പോൾ 210 കിട്ടുന്നു. അപ്പോൾ ഇവിടെ മാർക്കുകളുടെ തുക എന്ന് പറഞ്ഞാൽ 210 ആണ്. ഇനി ആകെ ഇവിടെ 5 മാർക്കുകളുണ്ട്. അപ്പോൾ എണ്ണം എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി ശരാശരി കാണണമെന്നുണ്ടെങ്കിൽ തുക ബൈ എണ്ണം ചെയ്യണം. അപ്പോൾ 210/5 എന്ന് വരും. 210/5, 210 എത്ര 5 ഉണ്ട്. ഓക്കെ, 210 ഹരിക്കണം 5. ഓക്കെ, 20 എത്ര 5 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ 4, 5, 20 എഴുതിയിട്ട് നമുക്ക് 21 - 20 = 1 കിട്ടും. ഒരു 0 ഇറക്കിയിട്ടാൽ 10. 10 എത്ര 5 ഉണ്ട്? 2. അപ്പോൾ 2, 5, 10 ശിഷ്ടം 0. അപ്പോൾ ഉത്തരം 42 കിട്ടുന്നു. അതായത് ഇവിടുത്തെ മാർക്കുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 42 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, 1/2 കൂട്ടണം 3/4 കുറക്കണം 1ൻ്റെ വില എത്രയാണ്? ഓക്കെ, 1/2 കൂട്ടണം 3/4 കുറക്കണം 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 1/2 കൂട്ടണം 3/4 കുറക്കണം 1. ഓക്കെ, ഇത് മനക്കണക്കായി ചെയ്യാൻ പറ്റും. അതായത് അര കൂട്ടണം 3/4 - 1. അരയും 3/4 കൂട്ടി എന്താ കിട്ടുക? അരയും 3/4 കൂട്ടിയാൽ 1/4 കിട്ടും. 1/4 കുറക്കണം 1. 1/4 നിന്ന് കുറച്ചാൽ 4 കിട്ടും. അതായത് 1/4. അപ്പോൾ ഉത്തരം 1/4 ആണ്. ഇത് നമുക്ക് വേറെ മോഡലും ചെയ്യാം. അതായത് 1/2 3/4 ആദ്യം കൂട്ടുക, എന്നിട്ട് 1 കുറക്കുക. അപ്പോൾ 1/2 3/4 ഭിന്നസംഖ്യയാണ്. ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. അതായത് 1 × 4 + 2 × 3 ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക 2 × 4. എന്നിട്ട് 1 4 ഗുണിച്ചാൽ 1 4 4 + 2 3 6 2 4 8. ഓക്കെ, അപ്പോൾ 4 + 6/8 എന്ന് വരും. -1 അവിടെ ഉണ്ടാവും. 4ഉം 6ഉം കൂട്ടിയാൽ 10 കിട്ടും. അപ്പോൾ 10/8 - 1 എന്ന് വരും. ഇനി 10/8 നിന്ന് 1 കുറക്കണം. 1 കുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 1-നൊരു ഭിന്നസംഖ്യയൊക്കെ എഴുതിയാൽ മതി. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്. 1/1 എന്ന് പറഞ്ഞാൽ 1 എത്ര 1 ഉണ്ട്? 1 അല്ലേ. അപ്പോൾ 1-ന് നമുക്ക് 1/1 എന്ന് എഴുതാൻ പറ്റും. ഇനി 10/8 - 1/1 ഇത് കുറക്കണം. അപ്പോൾ ഇത് രണ്ടും ഭിന്നസംഖ്യയാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 10 × 1 - 8 × 1 ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക 1 × 8. ഓക്കെ, അപ്പോൾ 10 - 8/8 എന്ന് കിട്ടും. 10 കുറച്ചാൽ 2. അപ്പോൾ 2/8 എന്ന് കിട്ടും. 2/8 ചെറുതാക്കിയാൽ അതായത് 2ൻ്റെ പകുതി 1, 8ൻ്റെ പകുതി 4 അല്ലേ. അപ്പോൾ 1/4. അപ്പോഴും നമുക്ക് എത്ര കിട്ടി? ഉത്തരം 1/4 തന്നെ കിട്ടി. ഇനി വേറൊരു മോഡൽ ചെയ്യാം. അതായത് അര കൂട്ടണം 3/4 - 1. 3/4 എന്നുള്ളതിൻ്റെ ഛേദം എത്രയാണ്? 4 അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ ഛേദം 4 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 1/2ൻ്റെ ഛേദവും അതേപോലെ അവിടെ ഒരു -1 ഉണ്ടല്ലോ, അതിൻ്റെ ഛേദം അവിടെ ഛേദമല്ല -1 ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഛേദം 4 ആക്കിയിട്ട് എഴുതാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. 1/2 1/2 ജസ്റ്റ് ഒന്ന് അംശവും ഛേദം ഒന്ന് ഇരട്ടിക്കുക. അപ്പോൾ എത്ര ആവും? 1ൻ്റെ ഇരട്ടി എത്ര? 2. 2ൻ്റെ ഇരട്ടി എത്രയാണ്? 4. അപ്പോൾ നമുക്ക് 1/2 എന്നുള്ളതിന് പകരം 2/4 എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ 2/4 കൂട്ടണം 3/4 കുറക്കണം 1. ഈ 1-നൊന്ന് മാറ്റി എഴുതണം. 1 എന്ന് പറഞ്ഞാൽ നമുക്കതിന് 1/1 എന്ന് എഴുതാൻ പറ്റും. 1/1. 2/2 എന്ന് എഴുതാൻ പറ്റും. 2-ൽ എത്ര 2 ഉണ്ട്? 1 അല്ലേ. 3/3 എഴുതാൻ പറ്റും. 4/4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ 4/4 ആണ് എഴുതുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ 2/4 കൂട്ടണം 3/4 കുറക്കണം 4/4. ഛേദങ്ങളൊക്കെ 4 ആണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമല്ലോ. അതിൻ്റെ ഛേദവും 4 തന്നെ. അപ്പോൾ ഛേദം 4 എന്ന് എഴുതാം.
ഇനി മുകളിലത്തെ അംശം 2 3 കൂട്ടിയാൽ എത്രയാണ്? 2 3 കൂട്ടിയാൽ 5 ആണ്. 5 4 കുറച്ചാൽ എത്രയാണ്? 1 അപ്പോൾ അംശം 1 1/4 കിട്ടുന്നു. അപ്പോൾ ഉത്തരം ഇങ്ങനെ ചെയ്താലും ഉത്തരം 1/4 തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 15/p സമം 3 ആയാൽ p എത്രയാണ്? ഓക്കെ, 15/p സമം 3 ആയാൽ p എത്രയാണ്? ഓക്കെ, ഇവിടെ 15/p സമം 3 ആണ്. ഓക്കെ, അതായത് 15നെ ഏതൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ 3 കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യ, അതായത് p എന്ന് പറയുന്നത് ഏതാണ്? ഉദാഹരണത്തിന് ഇപ്പോൾ 12/3 12 ഹരിക്കണം 3 എത്രയാണ്? ഉത്തരം 4 അല്ലേ? അതായത് 12നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടുന്നത്. ഇനി ഞാൻ ഈ 4നെ ജസ്റ്റ് ഒന്ന് 4 3 ജസ്റ്റ് ഒന്ന് മാറ്റാണ്. അതായത് 12നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് കിട്ടുക? ഉത്തരം 3 അല്ലേ? അതായത് നമുക്കിവിടെ ഈ 3നെ 4നെ ജസ്റ്റ് മാറ്റിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഈ 3നെയും pനെയും ജസ്റ്റ് ഒന്ന് മാറ്റുക. അപ്പോൾ 15/3 സമം p ആണ്. അതായത് 15നെ 3 കൊണ്ട് ഹരിച്ചാൽ p കിട്ടും. അപ്പോൾ 15/3 15ന് എത്ര 3 ഉണ്ട്? ഉത്തരം 5. അതായത് p സമം 5. ഓക്കെ, അപ്പോൾ ഉത്തരം 5. അടുത്ത ചോദ്യം ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8-മതും പിന്നിൽ നിന്ന് 5-മതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഓക്കെ, ഒരു വരിയിൽ ദിയ മുന്നിൽ നിന്ന് 8-മതാണ് പിന്നിൽ നിന്ന് 5-മതാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരാണ് ഉള്ളത്? ഈ ഒരു ചോദ്യത്തിൽ ദിയ ഒരു വരിയിൽ നിന്ന് മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 8-മതാണ് പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ 5-മതാണ്. അതായത് മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 8-മതാണെങ്കിൽ ദിയൻ്റെ മുമ്പിൽ ബാക്കി 7 കുട്ടികളുണ്ടാവും അല്ലേ? ദിയൻ്റെ മുമ്പിൽ 7 കുട്ടികളുണ്ടാവും. പിന്നിൽ നിന്നുമ്പോൾ 5-മതാണ്. അതായത് ദിയൻ്റെ പിന്നിൽ പിന്നെ 4 കുട്ടികളാണുള്ളത്. അതായത് ആദ്യം 7 കുട്ടികൾ നിൽക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ദിയ നിൽക്കുന്നു. ഇപ്പോൾ ദിയൻ്റെ മുമ്പിൽ 7 കുട്ടികളുണ്ട്. അതിനുശേഷം ദിയയുടെ പിറകിൽ ബാക്കി 4 കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകെയുള്ള ഈ ഒരു വരിയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 7 കൂട്ടണം 1 കൂട്ടണം 4 സമം 12. അപ്പോൾ 12 കുട്ടികളാണ് ഈ ഒരു വരിയിൽ ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3-അക്ക എണ്ണൽ സംഖ്യ ഏതാണ്? ഓക്കെ, 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3-അക്ക എണ്ണൽ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 3-അക്ക എണ്ണൽ സംഖ്യ ഏതാണ്? 100 ഏറ്റവും ചെറിയ 3 അക്കമുള്ള ഒരു എണ്ണൽ സംഖ്യ. 100ൻ്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ ഏതാണ്? 99. 99 3ൻ്റെ ഗുണിതമാണോ? അതായത് 33 3കൾ വെച്ചാൽ 99 കിട്ടുക. ഓക്കെ, 33 × 3 എന്ന് പറഞ്ഞാൽ 99. അപ്പോൾ 99 3ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യയാണ്. ഇനി അടുത്ത 3ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 99 കൂടി 3 കൂട്ടുക, അതായത് 102. അപ്പോൾ 102 3ൻ്റെ ഗുണിതമായി വരുന്ന സംഖ്യയാണ്. 100ഉം 101ഉം 3ന് ഗുണിതമായി വരുന്ന എണ്ണൽ സംഖ്യയല്ല. അതുകൊണ്ട് 102 ഏറ്റവും ചെറിയ 3ൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ 3-അക്ക എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 102. ഓക്കെ, അടുത്ത ചോദ്യം 5² സമം 25 ആയാൽ 0.5ൻ്റെ വർഗം എത്രയാണ്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിൽ 5ൻ്റെ വർഗം, അതായത് 5² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0.5ൻ്റെ സ്ക്വയറാണ് കണ്ടെത്തേണ്ടത് അല്ലേ? അതായത് 5 × 5 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 0.5 ഗുണിക്കണം 0.5, അതായത് പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? ഇവിടെ 0.5 എന്ന് പറയുമ്പോൾ പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ട്. അതേപോലെ തന്നെ 0.5 × 0.5 2 സംഖ്യകൾ ഗുണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോയിൻറ്റിന് ശേഷം 0.5ലും ഒരു സംഖ്യ പോയിൻറ്റിന് ശേഷമുണ്ട്, അടുത്ത 0.5ലും പോയിൻറ്റിന് ശേഷം ഒരു സംഖ്യ ഉണ്ട്. അതായത് ഇവിടെ ആകെ ഗുണിക്കുമ്പോൾ 2 സംഖ്യകളാണ് പോയിൻറ്റിന് ശേഷം ആവുന്നത്. അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്ന ഉത്തരത്തിലും പോയിൻറ്റിന് ശേഷം 2 സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ 5 × 5 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ നമ്മൾ 0.5 × 0.5 ഗുണിക്കുമ്പോഴും അതിൽ 25 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് 25 എന്ന് എഴുതുക. ഇനി ഉത്തരത്തിൽ പോയിൻറ്റിന് ശേഷം 2 സംഖ്യകൾ വരണം.
അപ്പോൾ ഇവിടെ 2 ഉണ്ട് 5 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും പോയിൻറ്റിന് ശേഷമാണ് വരിക. അപ്പോൾ 2ഉം 5ഉം അതിന് മുമ്പ് ഒരു പോയിൻ്റ് ഇടുക. ഓക്കെ, 0.25. അപ്പോൾ നമ്മളിത് എഴുതുമ്പോൾ 0.25 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഉത്തരം 0.25 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 8 രൂപ കൂടി കിട്ടിയാൽ രാജുവിന് 100 രൂപ തികക്കാമായിരുന്നു എങ്കിൽ രാജുവിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഓക്കെ, അതായത് രാജുവിന് 8 രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ തികക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് രാജുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? അപ്പോൾ 100ൽ നിന്ന് 8 കുറച്ചാൽ മതി. 100 - 8 എന്ന് പറഞ്ഞാൽ 92 ആണ്. 92 രൂപയാണ് രാജുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ 8 രൂപ കൂടി കിട്ടിയാൽ 100 രൂപയാകും. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 92. ഓക്കെ, അടുത്ത ചോദ്യം. പാറ്റേൺ നോക്കി പൂരിപ്പിക്കുക. 1 × 3 = 2² - 1 ആണ്. 2 × 4 എന്ന് പറയുമ്പോൾ (3² - 1) ആണ്. 3 × 5 വരുമ്പോൾ (4² - 1) ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 × 12 ആകുമ്പോൾ അവിടെ ഏതിൻ്റെ സ്ക്വയറാണ് വരിക? ഓക്കെ, അതായത് 1 × 3 എന്ന് പറയുമ്പോൾ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ 2 അല്ലേ? അപ്പോൾ 2ൻ്റെ സ്ക്വയറാണ് വരുന്നത്. 2 × 4 എന്ന് പറയുമ്പോൾ 2ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള 3ൻ്റെ സ്ക്വയറാണ് വരുന്നത്. 3 × 5 ആകുമ്പോൾ 3ൻ്റെയും 5ൻ്റെയും ഇടയിലുള്ള 4ൻ്റെ സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ 10 × 12 ആകുമ്പോൾ 10ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള 11ൻ്റെ വർഗ്ഗമാണ് വരിക. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, 11². ഓക്കെ, അടുത്ത ചോദ്യം. 11 സെൻറ്റിമീറ്റർ നീളവും 8 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഓക്കെ, ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളം 11 സെൻറ്റിമീറ്റർ ആണ്, വീതി 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം × വീതി. ഓക്കെ, അപ്പോൾ 11 × 8 88 ആണ്. അപ്പോൾ ഇവിടുത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് = 88 വരിക. ഓക്കെ, 88 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് വരിക. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.